അത് നമ്മൾ ഇന്ന് മാങ്ങാത്തരയാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും എളുപ്പത്തിലും നമുക്ക് ഹെൽത്തി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഒട്ടും ഷുഗറൊന്നും ചേർക്കാണ്ട് ആദ്യം തന്നെ മാങ്ങ തൊലി കളഞ്ഞ് ചെത്തി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒട്ടും കൂട്ടാണ്ട് നമ്മളതിനെ അടിച്ചെടുക്കണം. മധുരവും ചേർക്കണ്ട. ചിലവർ മധുരം ചേർക്കുന്ന ഒരു പക്ഷേ നമുക്കത് ഷുഗർ എപ്പോഴും ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലത്. ഇനി അടിച്ചെടുത്ത മാങ്ങ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ ട്രേ നല്ല തുടച്ച് ഉണക്കിയത്, അടിയിലൊന്നും പുരട്ടണ്ട, അതിൽ നെയ്യും പുരട്ടണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മളങ്ങനെ തന്നെ ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അത് ചുറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഷേപ്പിലായിട്ട് നമുക്ക് പരന്നിങ്ങനെ കിട്ടും. വളരെ കനം കുറഞ്ഞൊരു ലെയറേ പാടുള്ളൂ കേട്ടോ. നമ്മളത് വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ കണ്ട പ്ലേറ്റിൻ്റെ മീതെ 2 ഈർക്കിളി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ നെറ്റ് മീതെ ഇടണം. എപ്പോഴും ഇങ്ങനത്തെ ഫുഡൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ എപ്പോഴും നെറ്റ് ഇട്ട് ഉണക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈച്ചയൊക്കെ വന്നിരിക്കും. അപ്പോൾ നെറ്റ് അതിൽ മുട്ടാണ്ടിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. 2-ാം ദിവസം ആകുമ്പോഴും നമ്മളിതുപോലെ തന്നെ മിക്സിയിലിട്ട് അടിക്കുക, എന്നിട്ട് ഈ ഇതിൽ ഒഴിക്കുക, എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ചെരിച്ച് അത് എല്ലായിടത്തും ആക്കുക. ചില സ്ഥലത്തപ്പോൾ ചിലപ്പോൾ ഉണക്കം കുറവുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അന്നത്തെ ദിവസം മാമ്പഴത്തിൻ്റെ ജ്യൂസ് വരാണ്ടിരുന്നാൽ മതി. ഇതിൻ്റെ ഇപ്പം നടുക്ക് ഇത്തിരി പൊന്തി നിൽക്കുന്നുണ്ട്, കുറച്ചൊരു ഉണക്ക് കുറവ് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരുവിധം ഉണക്ക് വന്നിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ഒഴിക്കാൻ നിൽക്കരുത് അതിൽ, കാരണം അത് പൂപ്പിൽ വന്ന് പോകും. അപ്പോൾ നമ്മൾ നല്ലോണം നല്ല വെയിലുള്ള സമയത്താണ് ഇത് ചെയ്താൽ അതുപോലത്തെ ഗുണം കിട്ടുള്ളൂ. ഇതൊരു 7 ദിവസം ഞാൻ ഇങ്ങനെ ലെയറായിട്ട് ഇട്ടിട്ട് 8-ാമത്തെ ദിവസം ഒന്നും ഒഴിക്കരുത്, നല്ലോണം വെയിലത്താണ് വയ്ക്കുക. എന്നിട്ട് എടുത്തിട്ട് നമ്മളിതുപോലെ പൊളിച്ചെടുക്കാം. അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കുമ്പോൾ ഇത് അടിയിലൊന്നും പിടിക്കില്ല, ഒന്നും പുരട്ടയും വേണ്ടതിൽ. ഇവിടെ നല്ലോണം ലെയറായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നുറുക്കിയെടുക്കാം. ഇത് കഷ്ണമായിട്ട് നുറുക്കി കണ്ട നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ നുറുക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ ഒന്നും കൂടി നമ്മൾ വെയിലത്തിടണം. നുറുക്കി ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മുറത്തിലാക്കി നമ്മളെല്ലാം കൂട്ടി ഒന്നും കൂടി വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. കേടുവരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ നമുക്ക് മാങ്ങ കൂടുതലുള്ള സമയത്ത് നമ്മളിങ്ങനെ ഉണക്കി വെച്ചാൽ കുട്ടികൾക്ക് വരെ കൊടുക്കാം, ചെറിയ കുട്ടികൾ വരെ. എനിക്ക് എൻ്റെ മോളുടെ കുട്ടി 1 വയസ്സായിട്ടുള്ള, അപ്പോൾ ഒരു കഷ്ണം എടുത്ത് വെച്ച് ഞാൻ കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പക്ഷേ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ഫ്രീസറിലൊന്നും വെക്കണ്ട. ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം എൻ്റെ മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. Thank you for watching my video.